ഒരിടത്ത് എന്ന ടാസ്കിൽ നൂറ തൻ്റെ ജീവിതകഥ പറഞ്ഞിരിക്കുകയാണ്. അച്ഛൻ, കുട്ടിക്കാലം, പേഴ്സണൽ ലൈഫ് ഇതെല്ലാം ആയിരുന്നു നൂറയ്ക്ക് കിട്ടിയിരുന്ന ടോപ്പിക്. അച്ഛൻ, അതായത് നൂറയ്ക്ക് ഉപ്പ, വാതാരോധെ സംസാരിച്ചിരിക്കുകയാണ് നൂറ. തൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരുപാട് കാലം കാത്തിരുന്നു 3 അബോർഷന് ശേഷം ജനിച്ച ഒരു പ്രിൻസസ് ആയിരുന്നു ഞാൻ എന്നാണ് നൂറ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ശേഷം 3 കുട്ടികളുണ്ട്. 2 അനുജത്തിമാരും 1 അനിയനുമാണ് നൂറയ്ക്കുള്ളത്. ഞാനാണ് മൂത്ത കുട്ടി. അതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് ലാളിച്ചു തന്നെയാണ് അവർ വളർത്തിയത്. താഴെ വച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വച്ചാൽ പേനരിച്ചാലോ എന്നുള്ള രീതിയിലായിരുന്നു അവർ എന്നെ വളർത്തിയത്. സൗദിയിൽ തന്നെയായിരുന്നു എൻ്റെ മുഴുവൻ കുട്ടിക്കാലവും എൻ്റെ ജീവിതവും എന്നാണ് നൂറ പറഞ്ഞത്. ഇതിനിടയിലായിരുന്നു വളരെ സെൻസിറ്റീവ് ആയ ഒരു കാര്യം പറഞ്ഞത്. താൻ 2 തവണ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അറബി എന്നോട് വഴി ചോദിച്ചു. ഞാനത് കാണിച്ചു കൊടുക്കുവാനായി കൂടെ പോയി. പിന്നീട് അയാൾ എന്നെ ബലമായി ഒരു ഫ്ലാറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി. എൻ്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് അയാൾ എന്നോട് മോശമായി പെരുമാറി. ആദിലേക്കും മറ്റൊരു സുഹൃത്തിനും അല്ലാതെ ഈ കാര്യം വേറെ ആർക്കും അറിയില്ല എന്നാണ് നൂറ പറഞ്ഞത്. ഇത് എൻ്റെ ഉപ്പയും ഉമ്മയും ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴായിരിക്കും ഈ കാര്യങ്ങൾ അറിയുന്നത് എന്നാണ് നൂറ പറഞ്ഞത്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് വീട്ടുകാരോട് പറയുവാൻ തന്നെ പേടിയായിരുന്നു. പിന്നീട് അവർ എന്നെ പുറത്തോട്ടേക്ക് വിട്ടില്ലെങ്കിലോ പഠിപ്പിച്ചില്ലെങ്കിലോ എന്നെല്ലാം പേടിച്ചുകൊണ്ട് ഞാൻ ആരോടും പറയാതെ നിന്നതായിരുന്നു എന്ന് നൂറ പറഞ്ഞു. ജീവിതത്തിൽ 2 തവണയാണ് ഞാൻ അബ്യൂസ് ചെയ്യപ്പെട്ടത്. അതിനെക്കുറിച്ച് ഓർക്കുവാനും പറയുവാനും എനിക്ക് പറ്റുന്നില്ല എന്നാണ് നൂറ പറഞ്ഞത്. കരഞ്ഞു കരഞ്ഞ് എൻ്റെ കണ്ണുനീർ പോലും മരവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ കരയാറില്ല, കരച്ചിൽ വരാറുമില്ല. ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ അല്ലാതെ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിയാറില്ല. സ്നേഹനിധിയായ ഉപ്പയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നൂറ പറഞ്ഞു. ആദിലയുമായുള്ള ഇഷ്യൂ ഉണ്ടായപ്പോഴും ഉപ്പ എന്നോട് നൂറ മോളെ എന്ന് വിളിച്ചിട്ടല്ലാതെ വേറെ ഒരു രീതിയിലും എന്നോട് സംസാരിച്ചിട്ടില്ല. നൂറ മോളെ, അത് നമുക്ക് വേണ്ട, ആ റിലേഷൻ ശരിയാവില്ല എന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെയായിരുന്നു എൻ്റെ ഉപ്പ എന്നെ ഉപദേശിച്ചത് എന്ന് നൂറ പറഞ്ഞു. ഉപ്പ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സ്നേഹനിധിയായ ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് നൂറ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരിടത്ത് എന്ന ടാസ്കിലായിരുന്നു നൂറ ഈ കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്നു പറഞ്ഞത്.